നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിൽ ശില്പശാലയുമായി കിംസ് അൽഷിഫ ആശുപത്രി. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി കിംസ് അൽഷിഫയുടെയും ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവത്കരണ ശില്പശാല ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ ഉദ്ഘാടനം ചെയ്തു. തൂങ്ങി കിടക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ വെച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വരാം. പറ്റുവാണെങ്കിൽ കുറച്ച് ഐസ് അതിന് ചുറ്റി വെച്ചിട്ട് വരാം. അതെ, ഇപ്പോൾ ഐസ് ഇപ്പോൾ മൊത്തത്തിൽ മുറിഞ്ഞു പോയാൽ നമുക്ക് ഐസിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബോഡീൻ്റെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുവാണെങ്കിൽ ഇങ്ങനെ രക്തം വന്നിട്ട് അത് ചൂടായിട്ടിരിക്കും. അപ്പോൾ ചൂടായിട്ടിരിക്കുമ്പം അത് ഡീക്കേ ആകാൻ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഐസ് വെക്കാൻ പറ്റില്ല. ഇപ്പം അടുത്ത് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പ്ലിൻറ്റ് പോലെ എന്തെങ്കിലും വെച്ചിട്ട്, ഒരു വടി പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ട് കെട്ടിവെക്കാം. മുറുക്കെ കെട്ടി വെക്കരുത്, ലൈറ്റായിട്ട് കെട്ടി വെക്കാം. പ്രഷർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കെട്ടി വെക്കരുത്. അങ്ങനെ പ്രഷർ കൊടുത്തിട്ട് മേളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് കൊണ്ടുവരണം. നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കിട്ടുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്. കാരണം നമ്മൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കേസുകൾ വരുമ്പോൾ ഇന്ന മാതിരി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അൽഷിഫയിൽ കുറേ ക്ലാസ്സുകളായി, വർഷങ്ങളായിട്ടുള്ള ക്ലാസ്സുകളാണത് കിട്ടാറുണ്ട്. ഹോസ്പിറ്റലിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള കുറേ ആൾക്കാരെ ജോലിയെടുത്ത് ജീവിക്കാനുള്ള മാർഗ്ഗമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി കിംസ് അൽഷിഫ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവത്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഷോൾഡർ ആർത്രോസ്കോപ്പിക് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ നിർവഹിച്ചു. ചടങ്ങിൽ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ കെ എന്നിവരും സംബന്ധിച്ചു. ഇന്ത്യയിലെമ്പാടും നാഷണൽ ഹാൻഡ് സർജറി ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും അവർക്കൊരു തീം ഉണ്ടാവും. ഈ വർഷം അവർ തിരഞ്ഞെടുത്ത തീം സേഫ് വർക്ക് ഡ്യൂറിങ് വർക്ക് ആൻഡ് പ്ലേ എന്നുള്ളതാണ്. അതായത് ജോലിക്കിടയിലും കളിക്കിടയിലും കൈകളെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ കുറച്ചു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളതൊരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ രീതിയിൽ പരിക്കുകൾ സംഭവിക്കാം, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് തടയാൻ പറ്റും, ഒരുപക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൈയിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൈ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുക, കൈ ശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനങ്ങളെ ആദരിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അപകടങ്ങളിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകണം, അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിലെത്തിക്കേണ്ട ശരിയായ രീതികൾ എന്നിവയെക്കുറിച്ചും ശില്പശാലയിൽ പ്രത്യേക പ്രദർശന ക്ലാസുകളും നടന്നു. പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് നമ്മൾ ആംബുലൻസ് റെസ്ക്യൂ ക്യാപ്റ്റന്മാർക്ക് ഒരുപാട് ഉപകാരകരമാണ്. കാരണം ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റുപോയ ശരീരഭാഗങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതുള്ള വലിയ അറിവാണ് ഇത്തരം ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ ഇതിലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എവിടെ എന്നുള്ള പ്രസ്ഥാനത്തിൽ എല്ലാ മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ളൊരു ഇത്തരം ക്യാമ്പിലൊക്കെ പങ്കെടുപ്പിക്കലുണ്ട്. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ആംബുലൻസ് ക്യാപ്റ്റന്മാരായി മാറുവാൻ ഇത്തരത്തിലുള്ള ഈ അൽഷിഫ സംഘടിപ്പിക്കുന്ന ഈ ക്ലാസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് ആവശ്യപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിവിടെയുള്ള ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് കയ്യിൽ ഇഞ്ചുറീസ് സംഭവിക്കുക, അല്ലെങ്കിൽ നരമ്പിന് എല്ല് പൊട്ടൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വയം തോന്നുന്ന സംശയങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മുടെ സംശയങ്ങൾക്ക് ഒരു മടുപ്പും കൂടാതെ തന്നെ നല്ല ഡോക്ടേഴ്സിൻ്റെ നല്ല മറുപടിയും അവർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട രീതിയിലായിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സൊക്കെ. 7000-ലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലെ സമഗ്ര ഹാൻഡ് ആൻഡ് മൈക്രോവെസ്കുലർ സർജറി വിഭാഗമാണ് അൽഷിഫ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. ജന്മനാൽ കുട്ടികളിൽ കാണപ്പെടുന്ന വൈകല്യങ്ങൾ, കൈകളുടെ ചലനശേഷി കുറവ്, നാഡീഞരമ്പിനേറ്റ പരിക്കുകൾ മൂലം കൈകാലുകൾക്കുണ്ടാകുന്ന സ്വാധീനക്കുറവ്, കൈവിരലുകളുടെ ചലനക്കുറവ്,
കൈയിലെ എല്ലുകൾ, സന്ധികൾ എന്നിവയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ, കൈത്തണ്ടയ്ക്ക് പരിക്ക് കാരണമോ തേയ്മാനം കാരണമോ ഉണ്ടാകുന്ന വേദനകൾ, കൈകളിലുണ്ടാകുന്ന മുഴകൾ എന്നിവയ്ക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ്. ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻമാരായ ഡോക്ടർ തുഷാര KR, ഡോക്ടർ ജിതിൻ ജോസ് തോമസ്, ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലയിൽ ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമ കെയർ പ്രവർത്തകർ, ബ്ലഡ് ഡൊണേഴ്സ് കേരള പ്രവർത്തകർ, വുമൺസ് വേവ് വളണ്ടിയർമാർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയർമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.